നമസ്കാരം. ഇന്ത്യക്ക് നേരെ വീണ്ടും പാകിസ്ഥാന്റെ ചതി. അതിർത്തിയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ സേന വെടിയുതിർക്കുന്നത്. ജമ്മു കശ്മീരിലെ പൂഞ്ച് മേഖലയിലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി പാകിസ്ഥാൻ സേന ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പലവട്ടം വെടിയുതിർത്തത്. തുടർന്ന് ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു. ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 2 ദിവസം മുമ്പ് പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാൻ ശ്രമിച്ചിരുന്നു. ഈ തീവ്രവാദികളെ ഇന്ത്യൻ സേന നേരിട്ടു. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രകോപനമില്ലാത്ത വെടിവയ്പ്പിന്റെ കാരണവും നുഴഞ്ഞു കയറ്റത്തിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കലാണ് എന്നുള്ള തോന്നലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ മുൻപും പാകിസ്ഥാൻ യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ സേനയുടെ ശ്രദ്ധ പാകിസ്ഥാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ മറവിൽ ഇന്ത്യയിലേക്ക് തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കാറുണ്ട്. ഈ തീവ്രവാദികളെ സഹായിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഈ ആക്രമണങ്ങളെന്ന് നേരത്തെ തന്നെ ഇന്ത്യ കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണം യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യയിലേക്ക് കടന്ന് നിരവധി ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ ജീവനെടുത്ത പാകിസ്ഥാന്റെ കൊടുംക്രൂരത, അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടി, ഓപ്പറേഷൻ സിന്ധു, അതിന്റെ ഒരു വിജയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും അടക്കം 11 കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ വ്യോമ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായി. എണ്ണപ്പെട്ട പാകിസ്ഥാന്റെ സയ്യിദ് മസൂദ് അടക്കമുള്ള പാകിസ്ഥാനിലെ കൊടും കുറ്റവാളികളും കൊടും തീവ്രവാദികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇന്ത്യയെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ മറ്റൊരു ആക്രമണത്തിന്, മറ്റൊരു ചതിക്കുള്ള ഒരുക്കങ്ങൾ പാകിസ്ഥാൻ തുടങ്ങിയെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പൂഞ്ചിൽ പാകിസ്ഥാൻ സേന തന്നെ വെടിയുതിർത്തത്. ഇതിന് പിന്നാലെ ഈ മേഖലയിൽ സൈന്യം അതിശക്തമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജമ്മു കശ്മീരിൽ സേന ഇപ്പോൾ കൂടുതൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്.